മോഡ്യൂൾ 3 ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോഡ്യൂൾ 3 പറയുന്നത് മൊത്തം ഫങ്ഷൻസിൻ്റെ കോൺസെപ്റ്റാണ്. ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും കോഡിൽ. ഓക്കെ, അതായത് നമ്മളൊരു ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ, അങ്ങനൊരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഫംഗ്ഷൻ എന്ന് വിളിക്കും. മെയിൻലി ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് തന്നെ റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടും കോഡ് ഒന്ന് സ്ട്രക്ചർ ഓർഗനൈസ് ആവാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോഡിൻ്റെ ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്, ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റി അതിന് ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രം അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ്റെ ബേസിക്കലി ഒരു ഫംഗ്ഷന് പല പാർട്സുകളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ബിഹേവിയർ സ്ട്രക്ചറും പർപ്പസൊക്കെ വെച്ചിട്ട് ഒന്ന് ഫംഗ്ഷൻ ഹെഡർ, അത് എപ്പോഴും അതിനല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് വിളിക്കാം നമുക്ക്. ആ ഹെഡറിൽ എപ്പോഴും ഒരു ഡെഫ് കീവേഡ് ഉണ്ടാവും. ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഫോളോഡ് ബൈ ഒരു ഫംഗ്ഷൻ, ഒരു നെയിം ഉണ്ടാവും, പിന്നെ കുറച്ച് പാരാമീറ്റേഴ്സ്. എന്തെങ്കിലും പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരുന്ന വാരിയബിൾസിനെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്നാണ് വിളിക്കുക. അതായത് വാരിയബിൾസിനെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്നാണ് വിളിക്കുക. അത് പാരാന്തസിനുള്ളിൽ ഉണ്ടാവും, പിന്നെ ഒരു കോളൻ ഉണ്ടാവും. ഇതാണ് ബേസിക്കലി ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻ നെയിം നമ്മൾ വാരിയബിൾ നെയിം പറഞ്ഞ പോലെ തന്നെ പേരുകൾ എപ്പോഴും ആൽഫബറ്റ്സ് വെച്ച് യൂസ് ചെയ്യാം, അണ്ടർസ്കോർ യൂസ് ചെയ്യാം, സ്പേസസ് പാടില്ല, ദെൻ ഡിജിറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, കീവേഡ്സ് ആവാൻ പാടില്ല എന്നുള്ളത് പോലെ തന്നെയാണ് പേരുകൾ വരിക. പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് വന്നത് വാരിയബിൾസ്, ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരുന്ന വാരിയബിൾസിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് കോളൻ എന്നുള്ളൊരു ഒരു ബ്ലോക്ക് ഓഫ് കോഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കോളൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫംഗ്ഷൻ്റെ ബോഡി, എന്ത് ചെയ്യുന്നു, എന്ത് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത്, അതാണ് ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയില്ല. റിട്ടേൺ പറയുന്നത് ഒരു കീവേഡ് ആണ്, അതൊരു സ്റ്റംബിങ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. എവിടെ നിന്നാണോ വിളിക്കുന്നത് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരാ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ പോരാ, ഫംഗ്ഷൻ എവിടെയെങ്കിലും വിളിക്കണം. ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറാണ്. അത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ ഡെഫിനേഷനെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ടും ആ ഫംഗ്ഷനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ, ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ കോൾ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഫംഗ്ഷൻ നെയിമും പാരാന്തസിസും മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡെഫിനേഷനും ഉണ്ട്, ഒരു ഫംഗ്ഷൻ കോളും ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ അത് കാണിച്ചു തരാം. അതായത് ഒരു ഫംഗ്ഷൻ എന്തൊക്കെയുണ്ട്, ഒരു ഫംഗ്ഷൻ ഡെഫിനേഷനും ഉണ്ട്, ഒരു ഫംഗ്ഷൻ കോളും ഉണ്ടാവും. ഓക്കെ, ഫംഗ്ഷൻ കോളാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ടു എക്സിക്യൂട്ട്. ഇതാണ് ഫസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പേര് എഴുതാണ്. ഓക്കെ, ആഡ്. ഓക്കെ, ഇങ്ങനെ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആഡ് എന്ന് പറയുന്നത് ഫംഗ്ഷനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ പേരാണ്. ബ്രാക്കറ്റ്സിൽ വരുന്നത്, ബ്രാക്കറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, പാരാന്തസിസ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഈ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യും? df ആഡ് എന്താ കൊടുക്കുക, ബ്രാക്കറ്റ്സ് ഇട്ടു, കോളൻ ഇട്ടു, അതാണല്ലോ പറഞ്ഞത്. ഇനി അതിൻ്റെ ഉള്ളിൽ എന്ത് ആണോ നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അവിടെ എഴുതാൻ പറ്റും. ഞാൻ എക്സ് ഈക്വൽ ടു 6, y equal to 7, sum equal to x plus y, then print sum. ഇത്രയും ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടാവണ, 2 മുതൽ 6 വരെ എൻ്റെ ഫംഗ്ഷൻ ഡെഫിനേഷനാണ്. എന്താ ഇത് ചെയ്യണേ, ആഡ് ചെയ്യാണ് 2 നമ്പേഴ്സ്. ഇതെന്താ ചെയ്യണേ, ഫംഗ്ഷൻ കോളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 പാർട്ടുകൾ ഒരു ഫംഗ്ഷനിലുണ്ട്, ഫംഗ്ഷൻ കോളും ഫംഗ്ഷൻ ഡെഫിനേഷനും. കോൾ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ഈ ഫംഗ്ഷൻ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഫംഗ്ഷൻ എഴുതിയിരിക്കണമെന്ന് പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ടൊന്നും കാണില്ല, നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് 13 എന്ന് ആൻസർ കിട്ടും, 6 + 7 13 എന്നുള്ള ആൻസർ കിട്ടും. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് ഞാൻ കോഡ് വിഷ്വലൈസർ വെച്ച് കാണിച്ചു തരാം. അതായത് ഞാനതൊന്ന് ജസ്റ്റ് മാറ്റുവാണേ, ഇതൊന്ന് മാറ്റി ജസ്റ്റ് എഴുതുവാണ് കേട്ടോ. ഇത് ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ പോവാണേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാണ്. ഡെഫ് സെക്കൻഡ് ലൈൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം എന്താ, ആദ്യം ഇത് ഞാൻ കമൻ്റ് ആണ്. ഒരു പ്രോഗ്രാമിൽ നമുക്ക് കമൻസ് എപ്പോഴും കൊടുക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാനാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, അത് നമുക്ക് വേണ്ടിയിട്ടാണ്, യൂസർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടത്. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർക്ക് വേറൊരു പ്രോഗ്രാമർക്ക് അത് ഐഡിയ കൊടുക്കാൻ, ഇത് ഇന്നതാണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കോഡിൻ്റെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമൻസ് യൂസ് ചെയ്യുക. അത് കമ്മീഷന് മനസ്സിലാവില്ല, മിഷൻ അതും മൈൻഡ് പോലും ചെയ്യില്ല, നമുക്ക് വേണ്ടിയിട്ടാണ് അത് എഴുതിയിരിക്കണം. സോ സെക്കൻഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സെക്കൻഡ് ഒരു ഡെഫ് കീവേഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, സെക്കൻഡ് നേരെ 8ാമത്തെ ലൈനിലേക്കാണ് ഓടുന്നത്. കണ്ടോ നിങ്ങൾ? അതായത്
സെക്കൻഡിന്റെ കഴിഞ്ഞിട്ട് 7 ലൈൻസുകൾ എക്സിക്യൂട്ട് പോലും ചെയ്തില്ല. കാരണം എന്താ, ഡെഫിനിഷൻ എന്ന് പറഞ്ഞ സാധനം, അത് ഡെഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സാധനം വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വിളിച്ചിട്ടുണ്ടാവണം. സോ ആ വിളിച്ചാൽ മാത്രമേ പണിയെടുക്കുള്ളൂ. അങ്ങനെയാണ്, നമ്മളെ പോലെ തന്നെയാണ്. ചെയ്യൂ എന്ന് പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലാണ്ട് കണ്ടറിഞ്ഞ് ചെയ്യണ സ്വഭാവം ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ വിളിച്ചാൽ മാത്രമാണ് പണിയെടുക്കുള്ളൂ. അപ്പൊ 8ാമത്തെ ലൈനിൽ എന്തുണ്ട്, ഫംഗ്ഷൻ കോൾ ഉണ്ട്. ഈ ഫംഗ്ഷൻ കോൾ കണ്ടപ്പോൾ നേരെ എന്ത് ചെയ്യും, ഫംഗ്ഷനെ കണ്ടപ്പോൾ വിളിച്ചപ്പോൾ പണിയെടുക്കാൻ തുടങ്ങി. 2ാമത്തെ ലൈനിൽ പോയി ആഡ് എന്ന് പറഞ്ഞ ഉള്ളിൽ കയറി. 3ാമത്തെ ലൈനിൽ എക്സിന് വാല്യൂ കൊടുത്തു. അടുത്ത ലൈനിൽ വൈക്ക് വാല്യൂ കൊടുത്തു. 5ാമത്തെ ലൈനിൽ സം ഈക്വൽ ടു എക്സ്പ്രസ് ചെയ്തു, 13 കിട്ടി. 6ാമത്തെ ലൈനിൽ സമ്പ് പ്രിന്റ് ചെയ്തു. ഓക്കെ, ആൻസർ നിങ്ങൾക്ക് 13 എന്ന് കിട്ടി. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡെഫിനേഷനും ഫംഗ്ഷൻ കോളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾക്ക് എഴുതാം, ഫംഗ്ഷൻ കോളും ഉണ്ട്, ഫംഗ്ഷൻ ഡെഫിനേഷനും ഉണ്ട്. ഫംഗ്ഷൻ കോൾ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫംഗ്ഷന്റെ പേരും ഉണ്ടാവും, ബ്രാക്കറ്റ്സും ഉണ്ടാവും, ഓക്കെ, പരാന്തസിസും ഉണ്ടാവും. ഇനി ഫംഗ്ഷൻ ഡെഫിനേഷൻ എന്തൊക്കെ ഉണ്ടാവും, ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ടാവും, ഫംഗ്ഷന്റെ നെയിം ഉണ്ടാവും, ബ്രാക്കറ്റ്സ് ഉണ്ടാവും, കോളൻ ഉണ്ടാവും, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സുകൾ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇത് പഠിച്ചു വെക്കാം. ഓക്കെ, നമുക്ക് വേറൊരു ചെറിയ ക്വസ്റ്റ്യൻ കൊണ്ട് ചെയ്താലോ. നമുക്ക് ഒരു ഏരിയ കണ്ടുപിടിക്കാം, ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം. സോ ഞാൻ ചെറുതായിട്ടൊന്ന് പേര് മാറ്റാണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ അതിനെ ഏരിയ റെക്റ്റ് എന്ന് എഴുതുകയാണ്. ഏരിയ റെക്റ്റ് എന്ന് പറയുമ്പോൾ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ അതിന്റെ വാല്യൂ കൊടുക്കുന്നത് എല്, കാരണം നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ബ്രെഡ്ത്താണ്. എല് ഞാൻ 4.5 എന്ന് കൊടുത്തു. ഓക്കെ, ബ്രെഡ്ത്ത് ഞാൻ ബി ഈസ് ഈക്വൽ ടു 12.5 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് ഈ സം ഒന്നും വേണ്ടല്ലോ, സം അല്ലല്ലോ നമ്മുടെ ഉദ്ദേശം, എന്താണ്, ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി എന്ന് കൊടുത്തു. ഓക്കെ, എൽ ഇൻറ്റു ബി കൊടുത്തു. ഇനി പ്രിന്റ് എന്താ, എനിക്ക് ഏരിയ എന്തിൻ്റെയാന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് എന്ന് പറഞ്ഞ് ഞാൻ കോമ എന്ത് കൊടുത്തു, കോമ ഏരിയ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇനി എനിക്കറിയാം ഈ ഏരിയ റെക്റ്റിന് ഞാൻ ആഡ് വെച്ച് കോൾ ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. എൻ്റെ പേര് എന്തെന്നെ കൊടുക്കണം, ഏരിയ അണ്ടർസ്കോർ റെക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇത് വർക്ക് ആവുള്ളൂ. ഞാൻ കാണിച്ചു തരാം, ഇത് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ അവിടേക്ക് കാണിച്ചു തരാം, വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരാം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ എഴുതിയ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ വിഷ്വലൈസ് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ഓക്കെ, ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സെക്കൻഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് ഒരിക്കലും വർക്ക് ചെയ്യില്ല, കാരണം എന്താ, അതിനെ കോൾ ചെയ്തിട്ടില്ല. കോൾ ചെയ്യാൻ 2ാമത്തെ ലൈനിൽ പോയി കോൾ ചെയ്തപ്പോൾ എഗെയിൻ 2ാമത്തെ ലൈനിലേക്ക് വന്നു. 3ാമത്തെ ലൈനിലേക്ക് എൽ ഈക്വൽ ടു 4.5 ആക്കി, ബി ഈക്വൽ ടു 12.5 ആക്കി. 5 എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ബി ആണ്, എല്ലും ബിയും കൂടി ഇൻഡ്യൂ ചെയ്തു. അത് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്തു, ഏരിയയിൽ കൊണ്ട് സ്റ്റോർ ചെയ്തു. ഏരിയയുടെ വാല്യൂ റേഡിയസ് ഓഫ് റെക്ടാങ്കിൾ 56.25 എന്ന് പ്രിന്റ് ആയി വന്നു. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. നമുക്ക് പലതരം ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.